ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ തന്നെ ചില തോട്ട്സുകളാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ പല വിഷമങ്ങളും തട്ടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ പലതും ആലോചിക്കാറുണ്ട്. പണ്ടെല്ലാം എൻ്റെ കുറച്ചുകൂടെ യങ്ങർ ഏജിൽ ഞാൻ ഒരുപാട് വിഷമങ്ങളിൽ കൂടിക്കടന്നു പോയ ഒരു വ്യക്തിയാണ്. പലതരത്തിലുള്ള വിഷമങ്ങൾ മെയിൻലി എന്നെ കൺസേൺ ചെയ്യുന്നതായിരിക്കില്ല. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ പറ്റി അപവാദം പറഞ്ഞു പരത്തുക, അവരെ ക്രിറ്റിസൈസ് ചെയ്യുക, ഇല്ലാത്തത് പറയുക, അത് ആസ്വദിക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ അവർക്കുണ്ട്. അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് ഈ വ്യക്തികൾക്ക് അറിയാൻ പാടില്ല. അവരാസ്വദിക്കുകയാണ്. പക്ഷേ നമ്മളത് കേൾക്കാനിടയായാൽ നമുക്ക് വിഷമമുണ്ടാക്കും. പക്ഷെ കേട്ടില്ലെങ്കിലോ നമുക്കൊരു പ്രശ്നമില്ല, അല്ലേ? നമ്മളത് കേൾക്കാൻ പോവാതിരിക്കുക. നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്ത് തന്നെ പറഞ്ഞാൽ അത് നമ്മളെ കൺസേൺ ചെയ്യുന്നതല്ല. കാര്യം അവർക്ക് നമ്മളെ 100% അറിഞ്ഞൂടാ, നമുക്ക് നമ്മളെ 100% അറിയാം. അതുപോലെ തന്നെ മറ്റുള്ളവരെയും നമുക്കറിയില്ല. അവർക്ക് മാത്രമേ അവരെ പറ്റി അറിയാവുള്ളൂ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അറിയാം, ഓക്കെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. എനിക്കങ്ങനെ മറ്റുള്ളവരെ പറ്റി പറയാൻ പാടില്ലെന്നും അവർക്കറിയാം. പക്ഷേ അത് അവരൊരു ഹോബിയായിട്ട് എടുത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്, അവർക്ക് ഒരു ആനന്ദം കണ്ടെത്തുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ തെറ്റും ശരിയും അവർ ഇതുവരെയ്ക്കും റിയലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പറ്റി ഒരാൾ മോശമായ രീതിയിൽ നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞു എന്നും പറഞ്ഞ് പറയാൻ വന്നു കഴിഞ്ഞാൽ ഒരു പുഞ്ചിരിയോടെ പറയുക, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല, കാര്യം ഞാനതിൽ ഇൻട്രസ്റ്റഡ് അല്ല, അത് തന്നെയാണ് അതിൻ്റെ റീസൺ. എനിക്കത് കേൾക്കുകയും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞ് എൻജോയ് ചെയ്യാം എന്ന് പറയുക. അത് പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കരുതി വയ്ക്കണം. എപ്പോഴും എവിടെ പോയാലും ഫേസ് ചെയ്യാനും. കാര്യം എല്ലാവരും അവരവർ അധ്വാനിച്ച് ജീവിക്കുന്നു. നമ്മളാരും മറ്റുള്ളവരുടെ പണം കൊണ്ടുവരികയോ അപഹരിക്കുകയോ ഒന്നും ചെയ്തുകൊണ്ടല്ല നമ്മൾ ജീവിച്ചു പോകണം. പിന്നെ നമ്മൾ ആരെ പേടിക്കാൻ, ആരെ ഭയക്കാൻ? നമ്മൾ കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല, ആരുടെ മുതലും മോഷ്ടിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ആരെ പേടിക്കണം? നമ്മൾ നിയമത്തെ മാത്രം പേടിച്ചാൽ മതി. നിയമത്തെ പേടിച്ച് നിയമമനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ജീവിതം വളരെ വാല്യുബിളാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും, അല്ലേ, ഇതുവരെ എത്താൻ. അപ്പോൾ ആ കഷ്ടപ്പാടിൽ നിന്ന് നമ്മൾ ഇതുവരെ എത്താൻ പെട്ട പാട് നമ്മൾക്ക് മാത്രമേ അറിയാവുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം ജീവിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ഭാഗ്യമാണ്. അത് മറ്റുള്ളവരുടെ ഇഷ്ടക്കേടോടുകൂടി നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക, അത് കേട്ട് നമ്മൾ വിഷമിക്കാതിരിക്കുക. അതിൻ്റെ ഉത്തരം അപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്ത് അവരെ പിരിച്ചുവിടുക. സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ എടുക്കുക. കാര്യം യേശു പറഞ്ഞിട്ടുണ്ട്, അവൻ ചെയ്യുന്നത് എന്താണോ അവൻ അറിയുന്നില്ല എന്ന്. അതുപോലെയാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ അറിയാതെയാണ് ചെയ്യുന്നത്. അതുപോലെ എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ അനുഭവം വെച്ച് നമ്മൾ ജീവിതം പഠിക്കുക. എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുക, നല്ലൊരു മനുഷ്യനായി തീരുക, നമ്മൾ ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക, ജീവിതത്തിൻ്റെ പ്രിൻസിപ്പൾസ് പഠിക്കാൻ ശ്രമിക്കുക. നല്ലൊരു മനുഷ്യനെന്ന് വെച്ചാൽ ആരെയും ദ്രോഹിക്കാതെയും ആരെയും പറ്റിക്കാതെയും ആരെയും പിടിച്ചു പറിക്കാതെയും ആരെയും അറിഞ്ഞും അറിയാതെയും ദ്രോഹിക്കാതെയും നല്ല മനസ്സിനുടമയായി ജീവിക്കുന്നതാണ് ദൈവികമെന്ന് പറയുന്നത്. ദൈവത്തിനെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ദൈവികമായി നമുക്ക് ജീവിക്കാം. മറ്റുള്ളവർക്ക് മാതൃകയാവാം, നമുക്കും നല്ലൊരു മനസ്സിൻ്റെ ഉടമയും ആകാം. Thank you for watching and see you soon with another vlog. Till then, bye for now. Take care.